പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ബ്രസീലിന് ആകാശ് മിസൈൽ നൽകാൻ നിർദ്ദേശിച്ച് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമായി ബ്രസീലിന് ആകാശ് മിസൈൽ സംവിധാനം നൽകാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബ്രസീൽ വൈസ് പ്രസിഡന്റ് ജെറാൾഡോ അൽക്വിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികളെക്കുറിച്ച് ഇരുപക്ഷവും വിശദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം സംയുക്ത സഹകരണത്തിനുള്ള പ്രധാന മേഖലകൾ തിരിച്ചറിയുന്നതിനാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രത്യേകിച്ച് പ്രതിരോധ ഉൽപാദനത്തിലും സാങ്കേതിക വിദ്യയിലും പ്രതിരോധ ഉപകരണങ്ങളുടെ സഹവികസന സാധ്യതയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ട പ്രധാന കാര്യങ്ങളിലൊന്ന്. പൊതുവായ സുരക്ഷാ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഉൽപാദനത്തിലും നവീകരണത്തിലും ഓരോ രാജ്യത്തിന്റെയും ശക്തികൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യം. ബ്രസീലിയൻ പ്രതിരോധ മന്ത്രി ജോസ് മുസിയോ മൊണ്ടീറോ ഫിൽഹോയും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ വെച്ച് ബ്രസീൽ വൈസ് പ്രസിഡന്റ് ശ്രീ ജെറാൾഡോ, ബ്രസീൽ പ്രതിരോധ മന്ത്രി ശ്രീ ജോസ് മ്യൂസിയോ കൂടിക്കാഴ്ച നടത്തിയതിൽ സന്തോഷം. സൈനിക സഹകരണം, പ്രതിരോധ വ്യാവസായിക സഹകരണം എന്നിവയിലേക്ക് വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങൾ ഭാവിയിലേക്കുള്ള ചർച്ചകൾ നടത്തിയെന്ന് രാജ്നാഥ് സിംഗ് എക്സിൽ പോസ്റ്റ് ചെയ്തു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മധ്യദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് ആകാശ് മിസൈൽ സംവിധാനം. 30 കിലോമീറ്റർ വരെയും 18 കിലോമീറ്റർ വരെ ഉയരത്തിലും വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും. ആകാശ് സിസ്റ്റം ഒരു ഖര ഇന്ധന റോക്കറ്റ് ഉപയോഗിക്കുന്നു. കൂടാതെ 60 കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടക ശേഷിയുള്ള വാർഹെഡ് വഹിക്കാനും കഴിയും. കമാൻഡ് ഗൈഡൻസ്, മൾട്ടി ടാർഗറ്റ് ട്രാക്കിംഗ് റഡാർ, ദ്രുത പ്രതികരണ സമയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും വിന്യസിച്ചിരിക്കുന്ന ആകാശ് സിസ്റ്റം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നു. ആകാശ് NG പോലുള്ള നവീകരിച്ച പതിപ്പുകൾ മെച്ചപ്പെട്ട ശ്രേണി, കൃത്യത, മൊബിലിറ്റി എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. അതേസമയം അടുത്ത 5 വർഷത്തിനുള്ളിൽ ബ്രസീലുമായുള്ള ഉഭയകക്ഷി വ്യാപാരം നിലവിലുള്ള 12.2 ബില്യണിൽ നിന്ന് $20 ബില്യൺ ഉയർത്തുക എന്നതാണ് പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷ്യം. ബ്രസീൽ സന്ദർശന വേളയിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡാ സിൽവയോടൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണി പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനുമായി മെർക്കോസൂർ മുൻഗണനാ വ്യാപാര കരാർ വികസിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും അടുത്ത് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ബ്രസീൽ, അർജന്റീന, പരാഗ്വേ, ഉറുഗ്വേ എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക വ്യാപാര ബ്ലോക്കാണ് മെർക്കോസൂർ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ മാതൃകയിൽ ബ്രസീലിയൻ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് ദത്തെടുക്കാൻ സാധ്യമാക്കാനുള്ള പദ്ധതികൾ മോദി തന്റെ പത്രക്കുറിപ്പിൽ പ്രഖ്യാപിച്ചിരുന്നു. കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെ മെച്ചപ്പെട്ട ഉഭയകക്ഷി സഹകരണത്തിനുള്ള പ്രധാന മേഖലകളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാർഷിക സാങ്കേതിക വിദ്യ, മൂല്യവർദ്ധിത ഭക്ഷ്യ കയറ്റുമതി എന്നിവയാണ് വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി സംസാരിച്ച മറ്റ് മേഖലകൾ. ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് സമ്മാനിച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന ആഗോള വേദികളിൽ ഇന്ത്യ ബ്രസീൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രി മോദി നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്കുള്ള അംഗീകാരമായി ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സിൽവ അവാർഡ് സമ്മാനിച്ചു. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അവസാനിച്ച ശേഷം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കിഴക്കൻ സെക്രട്ടറി പെരിയസാമി കുമാരൻ ചർച്ചകളുടെ പ്രധാന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ബ്രസീലിലേക്ക് ചിലവ് കുറഞ്ഞ ഇന്ത്യൻ മരുന്നുകൾ കൂടുതൽ ലഭ്യമാക്കുക എന്ന ആശയത്തെ ബ്രസീൽ പ്രസിഡന്റ് സ്വാഗതം ചെയ്തതായും അദ്ദേഹം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.